അവിടെ നമ്മൾ ഉറപ്പ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സീപ്പിന്റെ നമ്മൾ പ്രത്യേക ഫ്രെയിം വർക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സീപ്പിന് വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒരു എന്താ പറയുക ഏതെങ്കിലും ടെക്നിക്കൽ സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളതല്ല സീപ്പിന്റെ ഒരു ടാർഗറ്റ്. ഇവിടെ നമ്മൾ ഇതിന്റെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് ഇൻഡസ്ട്രിയിൽ വരുന്ന ടെക്നിക്കൽ കമ്പനീസ് ആണ് അറ്റ് പ്രസന്റ്. രണ്ടാമത്തത് നമ്മൾ റിസോഴ്സസ് ആയിട്ട് വരുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആണ്. മൂന്നാമത്തത് നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഗവൺമെന്റ് സെക്ടേഴ്സ്. ഇവരാണ് നമ്മളെ ഈ ഒരു 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. കമ്മിങ് ബാക്ക് ടു ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയിലുള്ള ആളുകളെയാണ്. അവിടെ നമ്മൾ ഉറപ്പ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സീപ്പിന്റെ നമ്മൾ പ്രത്യേക ഫ്രെയിം വർക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സീപ്പിന് വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒരു എന്താ പറയുക ഏതെങ്കിലും ടെക്നിക്കൽ സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളതല്ല സീപ്പിന്റെ ഒരു ടാർഗറ്റ്. ഇവിടെ നിന്ന് വരുന്ന ആളുകളെ 100% എംപ്ലോയബിൾ ആയിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് സീപ്പിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.